ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് ബ്രോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് ചോറിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ അടിപൊളിയായിട്ട് ഞാനിതാ ബീഫൊക്കെ ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ബീഫൊക്കെ ഇവിടെ കഴുകി വൃത്തിയായി കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ, കാരണം ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ ഇറച്ചിയിൽ തന്നെ വെള്ളം, നെയ്യൊക്കെ ഉള്ള കാരണം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് വേവിച്ച് വന്നിട്ടുണ്ട്. ഒരു 5 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. ഓരോ കുക്കറിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് വേവ് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ബീഫൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. പിന്നെ ഇതാ കുരുമുളക് പൊടിയാണ്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി എരിവൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ട് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താണ്. നല്ല ടേസ്റ്റാണ് കേട്ടത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതായത് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനെന്താ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മളെ ബീഫൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് അപ്പും പുതിനയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ബീഫൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.